നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ചിന്തകളാണ്. നിങ്ങളുടെ വ്യക്തിയുടെ പേര് 3 പ്രാവശ്യം മന്ത്രിച്ചുകൊണ്ട് നിങ്ങളുടെ വ്യക്തിയെ ആദ്യമായിട്ട് കണ്ടപ്പോഴുള്ള കാര്യങ്ങൾ മനസ്സിൽ ഓർക്കുക. ആദ്യമായിട്ട് നിങ്ങളുടെ വ്യക്തിയെ കാണുമല്ലോ, കണ്ടുമുട്ടുമല്ലോ. ആ ഒരു സന്ദർഭം വളരെ പോസിറ്റീവായിട്ടും സന്തോഷത്തോടു കൂടിയും നിങ്ങൾ മനസ്സിൽ ഓർക്കുക. ആ ഒരു സന്ദർഭം ഓർത്തുകൊണ്ട് ഈ ഒരു വീഡിയോ കാണുക. തീർച്ചയായും നിങ്ങളുടെ വ്യക്തിയുടെ ഊർജം ഇവിടെ വരുന്നതായിരിക്കും. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥകൾ, ഇതൊക്കെയും നമുക്ക് വായനയിലൂടെ ലഭിക്കാനായിട്ട് സാധിക്കും. നമുക്ക് വായനയിലേക്ക് കടക്കാം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്രേക്ഷകരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്ക് തരിക, കമൻറ്റും ചെയ്യുക. നമുക്കപ്പോൾ വായനയിലേക്ക് കടക്കാം. ഇവിടെ ആദ്യമേ തന്നെ നമ്മൾക്ക് മജീഷ്യൻ കാർഡാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് വളരെയധികം അടങ്ങാത്ത ഒരു വികാരമാണ് നിങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങളെക്കുറിച്ചിട്ടുള്ള ചിന്തകൾ എന്ന് പറയുന്നത് പോലും ഈ വ്യക്തിക്ക് അനന്തതയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഒരു കൺട്രോളും ഇല്ലാതെ കിടക്കുന്ന ഒരു തരം വികാരം, അതാണ് നിങ്ങൾ. നിങ്ങളെക്കുറിച്ച് ഈ വ്യക്തി ഒരുപാട് ആളുകളോട്, കൂട്ടുകാരായിക്കോട്ടെ, വീട്ടുകാരായിക്കോട്ടെ, മറ്റുള്ള ആളുകളോട് ഈ വ്യക്തി നല്ല രീതിയിൽ നിങ്ങളെക്കുറിച്ചിട്ട് പുകഴ്ത്തി പറയാറുണ്ട്. നിങ്ങളുടെ സൗന്ദര്യം, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടായിരിക്കാം. നിങ്ങളുടെ സൗന്ദര്യത്തിലായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കഴിവുകളിലായിരിക്കണം. നന്നായി പാട്ട് പാടുക, നൃത്തം ചെയ്യുക, അല്ലെങ്കിൽ നല്ല ബുദ്ധിശാലികളായിരിക്കണം. അതിലൊക്കെ ഈ വ്യക്തി വളരെയധികം സന്തോഷവാനാണ്, അല്ലെങ്കിൽ സന്തോഷവതിയാണ് എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളായിട്ട് എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും ഈ വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളെ കൈവിടാനായിട്ട് സാധിക്കില്ല. നിങ്ങൾ ഒരിക്കലും പിരിഞ്ഞു പോകാനായിട്ട് ഈ വ്യക്തിക്ക് സാധിക്കില്ല. ഒരിക്കലും വേണ്ട എന്ന് വെക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു കാർഡ്സിൽ നിന്നും വ്യക്തമാകുന്നത്. നിങ്ങൾ എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് വളരെയധികം സന്തോഷപരമായിട്ടുള്ള, സന്തോഷം തരുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങളുടെ സൗന്ദര്യത്തിലായിക്കോട്ടെ, നിങ്ങളുടെ സ്വഭാവത്തിലായിക്കോട്ടെ, നിങ്ങളുടെ സംസാരത്തിലായിക്കോട്ടെ, നിങ്ങളുടെ സംരക്ഷിക്കുന്ന രീതിയിലായിക്കോട്ടെ, ഈ വ്യക്തിക്ക് ഇന്നേ വരെ ഈ വ്യക്തിയുടെ ഈ ഒരു ജന്മത്തിൽ കിട്ടാത്ത അത്രയും സ്നേഹം നിങ്ങൾ ഈ വ്യക്തിക്ക് കൊടുത്തിട്ടുണ്ട്. അത് ഈ വ്യക്തിക്ക് നല്ല രീതിയിൽ അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തി എല്ലാ ദിവസവും, ഒരു ദിവസം പോലും നിങ്ങളെക്കുറിച്ച് ഓർക്കാതെ ഈ വ്യക്തി കണ്ണടക്കില്ല. സ്വബോധത്തോടെ ഇരിക്കുമ്പോഴും കിടന്നുറങ്ങുമ്പോഴും, സ്വപ്നത്തിലുമാകട്ടെ, അതുപോലെ തന്നെ സ്വമേധയാ ബോധത്തോടെ ഇരിക്കുമ്പോഴും ആകട്ടെ, ഈ വ്യക്തിക്ക് വളരെയധികം താല്പര്യമാണ് നിങ്ങൾ എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ എന്ന് പറയുന്നതാണ് ഈ വ്യക്തിയുടെ സന്തോഷം. ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് വേദനകൾ ഈ വ്യക്തി അനുഭവിച്ചിട്ടുണ്ട്. ഒരുപാട് നഷ്ടങ്ങൾ ഈ വ്യക്തിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് തരത്തിലുള്ള പറ്റിക്കൽസ് അല്ലെങ്കിൽ പറ്റിച്ചിട്ടുണ്ട് ഈ വ്യക്തിയെ പലവരും ചേർന്ന്. അത് സ്നേഹത്തിന്റെ പേരിലോ പണത്തിന്റെ പേരിലോ വിശ്വാസത്തിന്റെ പേരിലോ ആയിരിക്കാം. പക്ഷേ അതൊക്കെ ഈ വ്യക്തി തരണം ചെയ്തത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണെന്നാണ് നമുക്ക് ഈ വീഡിയോയിൽ നിന്നും വ്യക്തമാകുന്നത്. തീർച്ചയായിട്ടും ആ കുതിരപ്പുറത്തിരിക്കുന്ന നൈറ്റ് ഓഫ് വാൺസ് ആണ്. ആ കുതിരപ്പുറത്തിരിക്കുന്ന രാജകുമാരൻ കുതിച്ചുയർന്ന്, ആ കുതിരയെ കണ്ടാൽ അറിയാം, കുതിച്ചു പൊങ്ങുകയാണ് നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട്. അത് ആ വ്യക്തിയുടെ ഊർജത്തെയാണ് സൂചിപ്പിക്കുന്നത്. പതുക്കെ വരാനൊന്നുമല്ല, കുതിച്ചോടി
ഒരു കുതിരയുടെ പടയോട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതിവേഗത്തിൽ നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് ഈ വ്യക്തി താല്പര്യപ്പെടുന്നു. അത് നിങ്ങളെ വളരെയധികം സന്തോഷിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ, ഈ വ്യക്തി വിദേശത്താണെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയെ കാത്തിരിക്കുന്നു. നിങ്ങൾ കാമുകി കാമുകന്മാരാണെങ്കിൽ പോലും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു വ്യത്യാസം, അല്ലെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസ്, ആ ഒരു ദൂരക്കൂടുതൽ കാരണം നിങ്ങൾ ഈ പേഴ്സണെ കാണാനായിട്ട് വിങ്ങിപ്പൊട്ടിക്കൊണ്ടിരിക്കുന്നു. ഈ വ്യക്തിയും അങ്ങനെ തന്നെ ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ സമാധാനക്കേടുകൾ നിറഞ്ഞ ആ ഒരു കാലഘട്ടം മാറിയിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. പക്ഷേ എന്തുകൊണ്ടോ ഇവിടെ ഒരു മൂന്നാമത് ഒരു വ്യക്തിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഉണ്ടായിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഉണ്ടായിരുന്നു, അതായത് ഇപ്പോൾ ഇല്ല. ഇപ്പോൾ അതിൻ്റെ ആ ഒരു ശക്തി, ആ ഒരു തേർഡ് പാർട്ടിയുടെ ശക്തി കുറഞ്ഞു വന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് നിങ്ങളോട് അമിതമായിട്ടുള്ള ഒരു കടപ്പാടും സ്നേഹവും തന്നെയാണ്. നിങ്ങൾ എന്ന് പറയുന്നതാണ് ഈ വ്യക്തിക്ക് ധൈര്യം എന്ന് പറയുന്നത്. നിങ്ങൾ കാരണം ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകൾ വരെ മാറിപ്പോയതായി കാണിക്കുന്നു. പക്ഷെ ഏതോ ഒരു സമയത്ത്, അതായത് നിങ്ങൾ ഈ വ്യക്തിയിൽ നിന്നും ചെറുതായി അകന്നു പോയ ഒരു സമയം, ആ സമയം ഏതായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് നല്ലോണം അറിയാം. അതായത് ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ, ചിലപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയെ വിട്ടുകൊടുത്തതായിരിക്കാം. ഓക്കെ, ചിലപ്പോൾ ഈ വ്യക്തിക്ക് ഒരു കുടുംബമുണ്ടെങ്കിൽ ചിലപ്പോൾ ആ വ്യക്തിയുടെ ഭാര്യയ്ക്കോ ഭർത്താവിനോ വേണ്ടിയിട്ട് വിട്ടുകൊടുത്തതുമായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കുടുംബമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ പോലും നിങ്ങളുടെ അച്ഛനും അമ്മയും ഈ ഒരു ബന്ധത്തിൽ താല്പര്യം കാണിക്കുന്നില്ല, സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടുകാർക്ക് വേണ്ടി നിങ്ങൾ ഈ വ്യക്തിയെ വേണ്ടാന്ന് വെച്ചു. ആ ഒരു സാഹചര്യവും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള സന്ദർഭം പോലും ഈ വ്യക്തിയെ കൊല്ലുന്നതിന് തുല്യമായിരുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഈ വ്യക്തി ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ വ്യക്തിയെ വിഷമിപ്പിച്ചു. നിങ്ങൾ ഒരുപക്ഷെ ഈ വ്യക്തിയുടെ മുഖത്ത് നോക്കി വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടാകണം. നിങ്ങളുടെ സാഹചര്യം കൊണ്ടാണ്, നിങ്ങളെയും കുറ്റം പറയാൻ സാധിക്കില്ല. നിങ്ങളുടെ സാഹചര്യം കാരണം നിങ്ങൾക്ക് അങ്ങനെ പറയേണ്ടി വന്നു. അത് നിങ്ങളുടെ രണ്ടുപേരുടെയും കുറ്റമല്ല. പക്ഷേ എത്ര കളങ്കമില്ലാത്ത സ്നേഹമായാലും എല്ലാ സ്നേഹബന്ധത്തിനും ഒരു വിള്ളലുകൾ ഉണ്ടാകും. അത് സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വിള്ളലുകൾ നിങ്ങൾക്കിടയിലും സംഭവിച്ചു എന്ന് തന്നെയാണ് രണ്ടാമത്തെ വരിയിലെ കാർഡുകൾ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ഭയങ്കരമായിട്ടുള്ള സമാധാനക്കേടും ഉറക്കമില്ലായ്മയും ഈ വ്യക്തിയെ ആകെ തളച്ചിട്ടിരിക്കുന്ന ഒരവസ്ഥ. ഒരു സ്ഥലത്തിരുന്നാൽ ആ വ്യക്തി അവിടെ തന്നെ ഇരിക്കും. ആ വ്യക്തിക്കൊരു മുന്നോട്ട് കുതിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഇല്ലാത്ത ഒരവസ്ഥ. കാരണം നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഈ വ്യക്തിക്ക് അങ്ങനെ സംഭവിച്ചത്. പക്ഷേ ഇപ്പോൾ ഈ വ്യക്തി, നമുക്ക് നൈറ്റ് ഓഫ് പെന്റക്കിൾസ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരാനായി ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നു. പക്ഷെ പതുക്കെയാണ്. കാരണം ഈ വ്യക്തിക്ക് ഭയമാണ്. ഈ വ്യക്തി നിങ്ങളുടെ പുറകെ നടന്നിരുന്ന സമയത്ത് നിങ്ങൾ ഈ വ്യക്തിയെ അവോയ്ഡ് ചെയ്യുമായിരുന്നു, ഈ വ്യക്തിയെ അവഗണിക്കുമായിരുന്നു. പക്ഷെ അത് നിങ്ങളുടെയും തെറ്റല്ല. നിങ്ങളുടെ സാഹചര്യം കാരണം നിങ്ങൾക്കങ്ങനെ ചെയ്യേണ്ടി വന്നു. പക്ഷെ ഇന്ന് ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പോലും ഈ വ്യക്തിയുടെ ഒരു മെസ്സേജിന് അല്ലെങ്കിൽ ഒരു കോളിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. അത്രമേൽ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ആ മനസ്സുപോലെ തന്നെ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ പ്രാർത്ഥന പോലെ തന്നെ ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. പതുക്കെയാണ് വരുന്നത്. കാരണം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഭയം. പക്ഷെ ബോട്ടം ഓഫ് ദ ഡെക്ക് നമ്മൾക്ക് 9 ഓഫ് വാണ്ട്സ് ആണ് കിട്ടിയിരിക്കുന്നത്. കാരണം
നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ഈ വ്യക്തി ഫേസ് ചെയ്തു, ഈ വ്യക്തി അനുഭവിച്ചു. അതിലൂടെ ഈ വ്യക്തി ഒരുപാട് പഠിച്ചു, കൂടുതൽ ശക്തനായി അല്ലെങ്കിൽ കൂടുതൽ ശക്തിയായി. ഇതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആദ്യമൊക്കെ ഈ വ്യക്തി തകർന്നു പോയെങ്കിൽ പോലും ഈ വ്യക്തി ആ സിറ്റുവേഷനെ, ആ ഒരു സാഹചര്യത്തെ കീഴടക്കാനായിട്ട് പഠിച്ചു. ശരി, ഇതൊക്കെ ഒരു നാൾ ശരിയാകും, ഞാൻ പേടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്, നിങ്ങൾക്കൊരിക്കലും എന്നെ വിട്ടുപോകാനാകില്ല എന്നുള്ള തരത്തിലുള്ള ഉറച്ച മനസ്സ്, അതാണ് ഈ വ്യക്തിയെ മുന്നോട്ട് നയിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ആണെങ്കിൽ ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് നിങ്ങളെയും കൊണ്ട് പറക്കാനാണ്, നിങ്ങളെയും കൊണ്ട് പോകാനാണ്, ഈ വ്യക്തി ആയിരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാനാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് വളരെയധികം സന്തോഷമുണ്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു മനസ്സിനൊരു സമാധാനവും ആശ്വാസവും സന്തോഷവുമാണ്. നിങ്ങളുടെ സാന്നിധ്യം തന്നെ ഈ വ്യക്തിയുടെ മനസ്സ് നിറയ്ക്കുന്നു എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങളില്ലാതെ ഈ വ്യക്തിക്ക് ഒരു ജീവിതമില്ല, അത് തീർച്ചയാണ്. കാരണം മെജീഷ്യൻ കാർഡാണ് നമ്മൾക്ക് ആദ്യമേ തന്നെ കിട്ടിയിരിക്കുന്നത്. ഇതിനൊരു അറുതിയില്ലാത്ത അല്ലെങ്കിൽ ഒരു അവസാനമില്ലാത്ത ഒരു ബന്ധമാണ്. ഇതിൽ കുറച്ചാളുകൾ ഇരട്ടജ്വാലയായി പോകുന്നുണ്ട്. ഇരട്ടജ്വാല എന്ന് പറയുന്നത് ട്വിൻ ഫ്ലെയിം കണക്ഷനായിട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ വ്യക്തി നല്ല രീതിയിൽ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ വ്യക്തി തിരിച്ചു വരുമെന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സാഹചര്യത്തിനൊത്ത് നിങ്ങൾക്ക് ഇത് റീസണേറ്റ് ആയെങ്കിൽ കമൻറ്റും ചെയ്യുക. നന്ദി, നമസ്കാരം.